വാതിൽ തുറന്ന നമ്മൾ നേരെ തന്നെ വരുന്നത് നമ്മുടെ ലിവിങ് ഏരിയയാണ്. ഇവിടെ മെയിൻ ഡോറ് തുറന്നാൽ തന്നെ നമ്മുടെ ഹാളിലേക്കാണ് എത്തുന്നത്. അവിടെ അങ്ങനെ ചെറുതായിട്ടൊരു ഷൂ റാക്ക്, ചെറിയ രീതിയിലുള്ളൊരു ഷൂ റാക്ക് ഉണ്ട്. പിന്നെ അതേമാതിരി സോഫ ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ ടീപ്പോയ് ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ടി വി, ചെറിയൊരു ഡൈനിങ് ടേബിള്, AC, ഈ കാര്യങ്ങളൊക്കെയാണ് ഹാളിൽ വെച്ചിട്ടുള്ളത്. ഹാളിൽ നിന്ന് നേരെ ഈ ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൻ്റെ ഒരു സൈഡിൽ ഫ്രിഡ്ജായിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ റാക്കുകളുണ്ട്. സൈഡിൽ മിക്സി, അതുപോലെ വെള്ളത്തിൻ്റെ ബോട്ടിൽസാണ്. ഇവിടെ ഇങ്ങനത്തെ ബോട്ടിലാണ് വെള്ളം കിട്ടുക. പിന്നെ ഗ്യാസ് ഏരിയ, വാഷ് ഏരിയ, ഗ്യാസ്, ചെറിയൊരു ടേബിള്, അങ്ങനെയാണ് മൊത്തം കിച്ചൺ ക്രമീകരിച്ചിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നേരെ ചെറിയൊരു സ്പേസ് ഉണ്ട്. അതായത് ഹാളിൻ്റെയും കിച്ചണിൻ്റെയും ഇടയിലായിട്ടൊരു ചെറിയ സ്പേസ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ വാഷ് ബേസിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു കണ്ണാടി ഉണ്ട്. വാഷ് ബേസിൻ്റെ ഈ ഏരിയ തന്നെയാണ് ടോയ്ലറ്റിലേക്കുള്ളത്. ടോയ്ലറ്റ് ഇതേമാതിരിയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ അത് 2 റൂമുകളാണുള്ളത്. അതിലൊരു റൂമാണിത്. ഇത് ഞങ്ങൾ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്നത് ഈ റൂമാണ്. കിടക്കാനുള്ള കിടക്കയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു റാക്ക്, ഇതൊക്കെ ആദ്യമായിട്ടുള്ളതാണ്. ചെറിയൊരു റാക്കുണ്ട്. നമ്മുടെ തുണികളും അതേമാതിരി പ്രാർത്ഥിക്കാനുള്ള ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പെട്ടികളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ബോട്ടിലാണ് കുടിക്കാനുള്ള വെള്ളം കിട്ടുക. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതവിടെ നമ്മുടെ ചെറിയ മിറർ ഏരിയ, നമ്മുടെ ഡ്രസ്സിങ് ഏരിയ, പിന്നെ കിടക്കണേൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ടീപ്പോയി, അവിടെയാണ് ചാർജറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അങ്ങനെ മൊത്തം നമ്മൾ താമസിക്കുന്ന ബെഡ്റൂം ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ വേറൊരു റൂമുണ്ട്. ഈ റൂം ജസ്റ്റ് കാണിക്കാൻ പറ്റില്ല. എല്ലാ സെറ്റിലാക്രികളും വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ തുണി ഉണക്കിയിടാൻ ഉപയോഗിക്കുന്നത് ഈ റൂമിലാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും കൊടുന്ന് ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഇവിടെ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ ഈ റൂം.